എടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വാടകക്കാരെ കയറ്റി താമസിപ്പിച്ചത്? എടി ഇങ്ങനെ വന്നവന്മാരടി ഇവിടുത്തെ ആളുകളായത്. എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലടി? മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും. എടാ നിന്നെ ഞാൻ എടാ എടാ വണ്ടി പുറത്തേക്ക് ഇറക്കണം. വണ്ടി പുറത്തേക്ക് ഇറക്കണം. വണ്ടി പുറത്തേക്ക്. ഉമ്മ ചതിക്കല്ലേ ഉമ്മ, അവർ എന്റെ ആളുകളാ. ഉമ്മ ഇങ്ങോട്ട് വന്നേ ഉമ്മ, ഞാൻ പറയട്ടെ. ഇങ്ങോട്ട് വന്നേ ഉമ്മ. ഈ ആരണ്ടി പൊന്നുമർത്ത സൂറാബായിയ? ഈ സൂറാബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത്? ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഉമ്മയോട് സത്യം ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? ഉമ്മയോട് ചോദിക്കാതെ ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കും. ഉമ്മ വാടകയ്ക്ക് കൊടുത്ത് നിന്നോട് ചോദിച്ചു. ഉമ്മയെ തലയ്ക്ക് നല്ല വെളിവില്ലാത്തൊരു ഉമ്മയാ. പേടിക്കാനൊന്നുമില്ലെന്ന് നേരിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മതി. അപ്പൊ നിൽക്കും ബഹളം. അല്ല, ഈ തലയ്ക്ക് വെളിവില്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചോദിക്കാം? അതല്ല, വീട് വാടകയ്ക്ക് വരുമോ നേരിട്ട് ചോദിച്ചാൽ മതി. സ്വാമി വാ. എന്താ ഇത് സ്വാമി എന്നെക്കളപ്പുറം വന്നേ ഇങ്ങോട്ട്. ആണോ? ദാ ചോദിക്ക. ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവര്. ഇങ്ങോട്ട് വന്ന് ചോദിക്ക സ്വാമി, ചോദിക്ക. അതെ, ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോഴാ ഉമ്മ വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. നീ എന്ത് പണിക്ക് അവിടെ വന്നിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ ഇവിടെ പണിയെന്ന്? കഥ എഴുതുന്ന പണിയാണ് ഉമ്മ. കഥ എഴുതുന്ന പണിയാണാ? ആ, അപ്പൊ എപ്പോഴും ഉമ്മക്ക് കഥ കേൾക്കാലോ അല്ലേ? പിന്നെന്താ? മോന്റെ പേരെന്തെന്നാ? കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ. ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ എമ്മ വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ. ചാക്ക് ഞാൻ പിടിക്കാല്ലോ, ഞാൻ പിടിക്കാം. ആ, പിന്നെ ഒരു കാര്യം, താമസിക്കുന്നതൊക്കെ കൊള്ളാം. ഉമ്മാക്ക് വാടക തരണം. അതിനെന്താ, അതിപ്പോ തന്നെ തന്നേക്കാം. ഇതാ അഡ്വാൻസ് ആയിട്ട്. ഇതാ എന്താ അമ്മ? വാങ്ങിച്ചോ വാങ്ങിച്ചോ അമ്മ.